ഇന്ന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്ന വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്മാരകമാണ് വൈപ്പിക്കോട്ട സെമിനാരി. നമുക്കറിയാം കേരള ചരിത്രത്തിൽ പറവൂർ ചേന്ദമംഗലത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്. എന്നാൽ അധികം ആർക്കും അറിയാത്തതും എന്നാൽ വളരെ പ്രാധാന്യം അർഹിക്കുന്നതുമായിട്ടുള്ള ഒരു ചരിത്ര വസ്തുത തന്നെയാണ് വൈപ്പിക്കോട്ട സെമിനാരി. പറവൂരിലെ ഹോളി ക്രോസ് പള്ളിയുടെ ഉള്ളിൽ കൂടി കയറി പുറകുവശത്തെത്തിയാൽ നമുക്ക് ഈ സെമിനാരി കാണാൻ കഴിയും. ഇന്ന് ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന പല കൽക്കഷ്ണങ്ങളും ഇഷ്ടികകളുമായി കിടക്കുന്ന ഈ സെമിനാരിക്ക് ഇത്ര പ്രാധാന്യം പണ്ടുകാലത്ത് പോർച്ചുഗീസുകാർക്ക് കേരളത്തിൽ ഉണ്ടായിരുന്ന ആധിപത്യത്തെ കാണിക്കുന്ന ഒരു തെളിവ് കൂടിയാണ് ഈ വൈപ്പിക്കോട്ട സെമിനാരി. കോട്ടയിൽ കോവിലകത്തെ വൈപ്പിക്കോട്ട സെമിനാരി അന്നത്തെ കാലത്ത് ക്രിസ്തുമത പ്രചരണത്തിനു വേണ്ടി പോർച്ചുഗീസിൽ നിന്ന് വന്ന ജെസ്യൂട്ട് പാതിരിമാർ സ്ഥാപിച്ചതാണ് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അന്ന് ക്രിസ്ത്യാനികളായ യുവാക്കൾക്ക് സുറിയാനി ഭാഷയിലുള്ള വിദ്യാഭ്യാസം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സെമിനാരി നിലകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ലത്തീൻ സഭയുടെ രൂപീകരണത്തിൻ്റെ അടിത്തറ പാകിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് സെമിനാരി. ഇതിൻ്റെ ശേഷിപ്പുകളാണ് ഇന്നും ചേന്ദമംഗലത്ത് നമ്മൾ കാണുന്നത്. ഈ വൈപ്പിക്കോട്ട സെമിനാരിക്ക് ഇത്രയും പ്രാധാന്യം ഉണ്ടാവുന്നത് നമുക്കറിയാം. പോർച്ചുഗീസുകാരാണ് കേരളത്തിൽ ആദ്യമായി അച്ചടി കൊണ്ടുവന്നത്. ഈ അച്ചടി കൂടുതലായിട്ട് അവർ പ്രചരിപ്പിച്ച സ്ഥലങ്ങൾ മാള, വരാപ്പുഴ, ഈ വൈപ്പിക്കോട്ട സെമിനാരി എന്നിവിടങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ ഇടിഞ്ഞു പൊളിഞ്ഞതാണെങ്കിലും നാമാവശേഷമായെങ്കിലും നമ്മുടെ പോർച്ചുഗീസ് കേരളത്തിൻ്റെ ബന്ധത്തെ ഊട്ടിയുറപ്പിക്കുന്ന ചരിത്ര പ്രാധാന്യമുള്ള തെളിവായിട്ടാണ് ഇന്നും വൈപ്പിക്കോട്ട സെമിനാരി നിലകൊള്ളുന്നത്.